എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് വേഴ്സസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഈ രണ്ട് സ്റ്റൈലുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കാം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം ഞാൻ ആ സ്റ്റൈൽ എന്നർത്ഥം. ആ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം സ്റ്റൈൽ എന്താണെന്നുള്ളത്. Procedural oriented programming specifies a series of well-structured steps and procedures to compose a program. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ സ്റ്റെപ്സ് ഉണ്ട്. എന്നാൽ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്രോഗ്രാം എടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പ്രോഗ്രാം, അതായത് ഏരിയ ഓഫ് എ സർക്കിൾ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം, ഇതൊരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും ആദ്യം ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വേരിയബിൾസൊക്കെ ഡിഫൈൻ ചെയ്യും. അതാണ് ആദ്യത്തെ ഒരു രീതി. പിന്നെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ വേരിയബിൾസിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് സ്വീകരിക്കുക. അപ്പോൾ ഇത് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഇൻപുട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഏരിയ ഈക്വൽ ടു 3.14 ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻറ്റാണ്. അവസാനം ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ പ്രോസസ്സിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് അതിൻ്റെ ഓർഡർ. ഇതിൻ്റെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഓർഡർ അല്ലെങ്കിൽ സ്റ്റൈൽ. ഈ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ഡിസൈൻസിനെ പറയുന്ന പേരാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരാഡിഗം, അല്ലെങ്കിൽ സ്റ്റൈൽ എന്ന് പറയുന്ന പേരാണ് പാരാഡിഗം സ്റ്റൈൽ എന്ന് പറയുന്നത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പാരാഡിഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഫോളോ ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ഓർഡറാണ്. അതായത് ആദ്യം, അതായത് തുടക്കം മുതൽ 1, 2, 3, 4, 5 അങ്ങനെ ഒരു ഓർഡറാണ് ഫോളോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഈ ഫോളോ ചെയ്യണതുകൊണ്ട് അതിനെ പറയുന്ന ആ തരം സ്റ്റൈൽ ഓഫ് പ്രോഗ്രാമിങ്ങിനെ പറയുന്ന വേറൊരു പേരാണ് ടോപ്പ് ഡൗൺ ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് സ്റ്റൈൽ, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിഭാഗത്തിൽപ്പെട്ട പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയുന്ന പേരാണ് ടോപ്പ് ഡൗൺ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിംഗ് സ്റ്റൈലിന് വേറെ പറയുന്ന പേരാണ് ടോപ്പ് ഡൗൺ ലാംഗ്വേജസ്. അത് ഒരുപാടുണ്ട്. അപ്പോൾ ആദ്യം മുതൽ ഫേമസ് ആയിട്ട് ഉപയോഗിച്ചു വന്നിരിക്കുന്ന എല്ലാതും എന്ന് പറഞ്ഞാൽ നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മുതലുള്ളത്, സി മാത്രമല്ല, സി ആ കാലഘട്ടത്തിലെ ഫേമസ് ആയിട്ടുള്ള സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പാസ്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഫോർട്രാൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ബേസിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇതൊക്കെ ആദ്യ കാലഘട്ടത്തിൽ 80-90 കാലഘട്ടങ്ങളിൽ വന്ന സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ കാലഘട്ടങ്ങളിലൊക്കെ കമ്പ്യൂട്ടേഴ്സിൻ്റെ തേർഡ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷനിൽ വന്നിരുന്ന ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജസ് മുഴുവൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ പ്രൊസീജിയറൽ ലാംഗ്വേജസ് ആണ് ഫോളോ ചെയ്തു തരുന്നത്. ഞാൻ അന്ന് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് അടുത്ത സ്റ്റൈൽ വരുന്നതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പക്ഷേ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഫങ്ഷൻ? ഫങ്ഷൻ ഈസ് എ ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഈസ് ഡിവൈഡഡ് ആൻഡ് ഗ്രൂപ്പ്ഡ് ഇൻടു എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കോൾഡ് ഫങ്ഷൻസ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, നെയ്മഡ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് അർത്ഥം. നെയ്മഡ് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പ്രോഗ്രാമാണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് ഇതെങ്കിലും പ്രൊസീജിയർ ഓറിയൻറ്റഡിലും ഇങ്ങനെയൊക്കെ എഴുതാം നമുക്ക്. അത് പിന്നീട് പറയാം. അപ്പോൾ ഇത് നോക്കിയാൽ മതി. ഇതിൽ വേറെ കൂടുതൽ പ്രൊസീജിയറാണോ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ നിങ്ങൾ ഈ സൈഡ് നോക്കി കഴിഞ്ഞാൽ, ഈ സൈഡ് പോട്ടെ, ഇത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സൈഡ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ റേഡിയസ് ഗെറ്റ് ചെയ്യുന്ന ആ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ചേർത്തിട്ട് ഒരു പേര് കൊടുക്കുകയാണ്. അതിൻ്റെ പേരാണ് എന്ത്? ഗെറ്റ് റേഡിയസ് ഫങ്ഷൻ.
2 ബ്രാക്കറ്റ്സ് ഉള്ളത് തന്നെ അതിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ പ്രിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏരിയ പ്രിൻ്റ് ചെയ്യുക. ഏരിയ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ആ ഏരിയ പ്രിൻ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളൂ, സി ഔട്ട് ഏരിയ ഈക്വൽ ടു 3.14 × r. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബ്രേസിനും ക്ലോസിംഗ് ബ്രേസിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് അതിന് കൊടുത്തിട്ട് പേര് കൊടുത്തിട്ടുണ്ട്, ഒരു നെയിം കൊടുത്തിട്ടുണ്ട്. ആ നെയിമാണ് ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ ഇതിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ ഗ്രൂപ്പ് ചെയ്ത് അതൊന്നോ അതിലധികം വരും, അങ്ങനെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ ഗ്രൂപ്പ് ചെയ്ത് പേര് കൊടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെ പേര് കൊടുത്ത് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഫംഗ്ഷൻസ് 2 ഫംഗ്ഷനാണ് വരിക ഈ പ്രോഗ്രാം കോഡിൽ. ഒന്ന് ഗെറ്റ് റേഡിയസ് എന്ന് പറയുന്നതും ഡിസ്പ്ലേ ഏരിയ എന്ന് പറയുന്നതും. ഇത് നിങ്ങൾ പ്രൊസീജിയർ ഓറിയൻറ്റഡിലും നമുക്ക് ഉപയോഗിക്കാം, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സ്റ്റൈലിലും ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേറെ വരുന്ന ഒരു സാധനമാണ്, വേറെ പറഞ്ഞൊരു ടേം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് മോഡ്യൂൾ എന്ന് പറയുന്നത്. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ്യൂൾ ഈസ് എ set of function that associated with a common task are grouped into modules. അതായത് ഒരു പ്രത്യേക കാര്യത്തിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിന് പറയുന്ന പേരാണ് മോഡ്യൂൾ എന്ന് പറയുന്നത്. മോഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷനല്ല. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഫങ്ഷൻസ്, പക്ഷേ ആ ഫങ്ഷനുകൾ മുഴുവൻ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു 10-25 ഫങ്ഷനുണ്ട്. അതിലൊരു 4 ഫങ്ഷൻ അരിത്മെറ്റിക് കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പം അഡീഷൻ കണ്ടുപിടിക്കാനായിട്ട്, സബ്ട്രാക്ഷൻ കണ്ടുപിടിക്കാനായിട്ട്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 4 ഫങ്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഇതിൽ ഡിസ്പ്ലേ ഏരിയയും ഗെറ്റ് റേഡിയസ് ഒക്കെ കണ്ട പോലെ 4 ഫങ്ഷൻ ഉണ്ട്. അതിൽ പക്ഷേ വേറെ കുറേ ഫങ്ഷനുണ്ട്. പക്ഷേ ഈ 4 ഫങ്ഷനെ നമ്മൾ പറയുന്നത് ഒരു മോഡ്യൂൾ എന്നാണ് പറയുക. കാരണം ഈ 4 ഫങ്ഷൻ ഒരുമിച്ച് കൂടി ചെയ്യുന്നത് അരിതമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ പരിപാടിയാണ് അല്ലെങ്കിൽ പ്രവർത്തനമാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രത്യേക യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഫങ്ഷനുകളെ പറയുന്ന പേരാണ് എന്തെന്ന് മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഫങ്ഷൻ എന്താണെന്ന് പറയുന്നത് എന്താണെന്നുള്ളത്, മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്. പക്ഷെ അതിന് മുന്നേ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അതായത് C++ മുതലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. അപ്പോൾ ജാവയ്ക്ക് ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. അതിന് കാരണം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില കോംപ്ലക്സ് പ്രോബ്ലംസ് ഉണ്ട്. ആ കോംപ്ലക്സിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ് ഇൻ പ്രൊസീജിയർ ലാംഗ്വേജസ്. ഡാറ്റ അണ്ടർ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ഇന്ന് ഡാറ്റ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ ഡാറ്റ, ഒരാളെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ, അതൊക്കെ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഇപ്പോൾ വിറ്റ് പോകുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം കണ്ട പോലത്തെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ്. ഇതിൽ നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ റേഡിയസ് ഏരിയ എന്ന് പറഞ്ഞ് ഈ 2 വേരിയബിളിൽ നിങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ഏത് ഫംഗ്ഷന് വേണമെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഏത് ഫംഗ്ഷൻ വേണമെങ്കിൽ റേഡിയസും ഏരിയ എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിക്കുന്ന സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റേനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ IJKLM ഇതൊക്കെ ഇതുപോലത്തെ റേഡിയസും ഏരിയ പോലത്തെ വേരിയബിൾസാണ്. അങ്ങനത്തെ വേരിയബിൾസിനെ പറയുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്നാണ് പറയുക. അതായത് ഏത് ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന, ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിന് പറയുന്ന പേരാണ് ഗ്ലോബൽ വേരിയബിൾസ്. അതിൽ കിടക്കുന്ന ഡാറ്റേനെ പറയുന്ന പേരാണ് ഗ്ലോബൽ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേരിയബിൾസിൻ്റെ വാല്യൂസ്
നിങ്ങൾ താഴെ കണ്ടിരിക്കുന്ന പോലെ എത്ര ഫംഗ്ഷൻ ഇതിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഫംഗ്ഷനൊക്കെ ഈ വേരിയബിൾസിനെ ഉപയോഗിക്കാം, റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ മോഡിഫിക്കേഷൻസ് അറിയാതെ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ ലോജിക്ക് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഈ ഐയിലും ജെയിലും കിടക്കണ ഈ വാല്യൂസ് ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഐയിലും ജെയിലും കിടക്കുന്ന വാല്യൂസോ കെയിൽ കിടക്കുന്ന വാല്യൂസോ എമ്മിൽ കിടക്കുന്ന വാല്യൂസോ ഒക്കെ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഫംഗ്ഷൻ എടുക്കാം, ഈ ഫംഗ്ഷൻ എടുക്കാം, ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും ഐനും ജെയിനും എടുക്കാം എന്ന് പറഞ്ഞാൽ ഏത് വേരിയബിളിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് റെസ്ട്രിക്ഷൻ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വീട്ടിലെ കാറ് കുറേ പേര് ഓടിക്കുന്നുണ്ട്, ഒരു 10 പേര് നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ വണ്ടി ഓടിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓട്ടോമാറ്റിക്കലി അതിന് പ്രശ്നങ്ങൾ സംഭവിക്കാൻ, കേടുപാടുകൾ പറ്റുവാൻ അല്ലെങ്കിൽ അത് കേടാവാൻ ഒക്കെ ചാൻസ് കൂടുതലാണ് ഒരുപാട് പേര് ഉപയോഗിക്കുകയാണെങ്കിൽ. എന്ന് പറഞ്ഞ പോലെ അതിന് സേഫ്റ്റി ഇല്ല. അപ്പോൾ നമ്മുടെ മൊബൈൽ വേറെ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന പോലെ സേഫ്റ്റി, നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് അവിടെ കിട്ടില്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ പ്രൈവസി നേച്ചർ ഇവിടെ ഇല്ല, ഐക്കും ജെയ്ക്കും അത് വേരിയബിൾസിനില്ല. പക്ഷെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിലാണെങ്കിൽ അതിന് പ്രൈവസി എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു സെക്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് നിശ്ചയിക്കാം. പ്രൈവറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന വേരിയബിൾസിനെ ആര് ആക്സസ് ചെയ്യണം, ഏത് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായിട്ട് കൃത്യമായിട്ട് കൊടുക്കാം. ആ ഫംഗ്ഷൻ മാത്രമാണ്. അപ്പോൾ ഇതിൽ ഫ്ലോട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 6 ആക്സസ് ചെയ്യേണ്ട ഫംഗ്ഷൻ ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ മാത്രമാണ് ആ ഫംഗ്ഷന് ഈ വേരിയബിൾ 6നെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനൊരു പ്രൊട്ടക്ഷൻ ഡാറ്റയ്ക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കിട്ടുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ കിട്ടില്ല, അടുത്ത ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ അത് കിട്ടും. രണ്ടാമത്, ആഡിങ് ന്യൂ ഡാറ്റ എലമെൻറ്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം തന്നെ ഇതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്താണെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ നമ്മൾ റേഡിയസ്, ഏരിയ 2 വേരിയബിൾസ് ചേർത്തിൻ്റെ കൂട്ടത്തിൽ ഒന്നെങ്കിൽ എനിക്കൊരു പുതിയ വേരിയബിൾ കൂടി ചേർക്കണം, ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ. അപ്പോൾ ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ചേർക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അതിലിപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വേരിയബിൾ ആ റേഡിയസ് എന്ന് പറയുന്നത് മാറ്റി ഞാൻ ആറാക്കി, ആർ ഏരിയയ്ക്ക് വരെ എ ആക്കി, ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. ഈ ഏരിയ എന്ന് പറഞ്ഞ് ഇവിടെ വ്യത്യാസം വരുത്തേണ്ടി വരും. റേഡിയസ് എന്ന് എഴുതിയതിനോടത്ത് മുഴുവൻ അതിൻ്റെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് ചിലപ്പോൾ നമ്മൾ ചിലത് വിട്ടുപോകും, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് ന്യൂ ഡാറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട്. പുതിയ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഇതിനെ സ്ട്രക്ചർ വെച്ചുള്ള പ്രോഗ്രാമാക്കി മാറ്റുക. ഈ പ്രോഗ്രാമിനെ മാറ്റി സ്ട്രക്ചർ വെച്ചുള്ള പ്രോഗ്രാമാക്കി മാറ്റണം എന്ന് വിചാരിക്കുക. ഇതന്നെ റേഡിയസ് കണ്ടുപിടിക്കുന്നത്, റേഡിയസ് എടുത്തിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നത്, അത് അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മോഡിഫിക്കേഷൻ ഒരുപാട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ റിയൽ വേൾഡ് മോഡലിംഗ്, ഇതൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ചെയ്യാനാണ് സാധിക്കുള്ളൂ. ഇതന്നെ ഈ പ്രോഗ്രാം എടുത്തിട്ട് നമുക്കൊരു ഫ്രിഡ്ജിമേ സെറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു വണ്ടിമേ, ഒരു വെഹിക്കിളിമേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു ടി വിമേ ഈ പ്രോഗ്രാമിംഗ് സെറ്റപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ടിട്ടാണ് അടുത്ത വിഭാഗം വരുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ആ സ്റ്റൈലിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പാരഡൈം ക്ലബ്സ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് that operate on data into a single unit called object. അതായത് എല്ലാം ഒബ്ജക്റ്റ് എന്നുള്ള വസ്തുക്കൾ എന്നുള്ള രീതിയിൽ കണ്ട് ഒബ്ജക്ട്സ് ആയിട്ട് കണ്ടുകൊണ്ടാണ് പ്രോഗ്രാമിങ് ചെയ്യുക. അപ്പോൾ ഒബ്ജക്റ്റായിട്ട് കാണുന്നതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റായിട്ട് കാണും. അപ്പോൾ അതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ആ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന് വേണ്ടി നിങ്ങളൊരു പ്രോഗ്രാമിംഗ് ചെയ്തു കഴിഞ്ഞാൽ, ഈ +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ എവിടെ +2 പഠിക്കുന്ന കുട്ടിക്കും വേണമെങ്കിൽ ആ പ്രോഗ്രാം യൂസ് ചെയ്യാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അത് വഴിയെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൊക്കെ പിടികിട്ടും എന്താണ് അതിൻ്റെ ഓരോന്നിനും പ്രത്യേകത എന്ന് പറയുന്നത്. വിശദമായിട്ട് അപ്പോൾ പറയാം. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ആയിരിക്കും പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്.
അതായത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ ഒരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ഫങ്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഗെറ്റ് റേഡിയസ് എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. അതിൻ്റെ അർത്ഥം അവിടെ റേഡിയസ് എടുക്കുകയാണ്, ഇൻപുട്ട് ചെയ്യുകയാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്പ്ലേ ഏരിയ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏരിയ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്യാനുള്ള സെക്ഷനാണ് അത് എന്ന് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്ത് ഫങ്ഷൻസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ചെയ്യുക. അടുത്തത് ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം അതർ മോഡ്യൂൾസ്. എപ്പോഴും ഡാറ്റ ഹൈഡ് ചെയ്ത് വെച്ചുള്ള സിസ്റ്റം ആയിരിക്കും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ ഫോളോ ചെയ്യുക. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ തൊട്ട് മുന്നേ പറഞ്ഞത്. പ്രൈവറ്റ് എന്ന് പറഞ്ഞ സെക്ഷനുള്ളിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആറ്. അപ്പോൾ അത് എങ്ങനെയാണ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതെവിടെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ പ്രോഗ്രാം ചെയ്ത് വരുമ്പോഴേ അവിടെ കിട്ടുള്ളൂ എന്താണെന്നുള്ളത്. അത് പിന്നീട് നമുക്കുള്ളത് കാര്യങ്ങളല്ല, അത് പിന്നീട് പറയാം. അപ്പോൾ ഹൈഡിങ് ഫീച്ചർ അത് മറ്റേതിൽ സാധിക്കില്ല. നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ മാത്രം അത് സാധിക്കുള്ളൂ, പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ അത് സാധിക്കില്ല. പിന്നെ അടുത്തത് ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ എക്സിസ്റ്റിംഗ് കോഡ്. മോഡിഫൈ ചെയ്യാൻ എളുപ്പമാണ്. കോഡ് മോഡിഫൈ ചെയ്യാനായിട്ട് നല്ല പ്രോഗ്രാം അറിയുന്ന ആളാണെങ്കിൽ എളുപ്പത്തിൽ മോഡിഫൈ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അടുത്തത് റിയൽ ലൈഫ് സിനാരിയോ എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, അതായത് നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ സ്റ്റൈൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമുക്ക് ടി വിയിലും അല്ലെങ്കിൽ ഫ്രിഡ്ജിലും ഒക്കെ പ്രോഗ്രാമുകൾ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ഫ്രിഡ്ജുകൾ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് അതൊക്കെ നമ്മൾ റിമോട്ട് വെച്ച് ആണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ഈസ് ക്യാൻ ഡിഫൈൻ ന്യൂ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻസ്. എളുപ്പമാണ് ഓപ്പറേഷൻസ്, പുതിയ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്യാനായിട്ട് എളുപ്പം. ഇത് ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പാരഡൈമിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.